എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണാൻ പോകുന്നത് പേജ് നമ്പർ 27 പേജ് നമ്പർ 27 നമ്മൾ ഒന്ന് കണ്ടായിരുന്നു. പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രേസസ് ഫ്രം ദ എക്സ്ട്രാക്ട് ദാറ്റ് റിവീൽസ് ദ ക്യാരക്ടർ ഓഫ് ദ പിയാനോയിസ്റ്റ് ആൻഡ് ദ ജർമ്മൻ ഓഫീസർ. അതായത് നമ്മളോട് പിയാനോയിസ്റ്റിന്റെ സ്വഭാവവും ജർമ്മൻ ഓഫീസറുടെ സ്വഭാവവും വെളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ കണ്ടെത്തുകയും അവരെ ഏത് തരത്തിലുള്ള സ്വഭാവമാണ് അവിടെ ഉള്ളത് എന്നും കണ്ടെത്താൻ പറഞ്ഞായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടെത്തി. ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നൗ ലെറ്റ് us പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച്, അതായത് ഇവരുടെ ഒരു സ്വഭാവത്തെ കുറിച്ചുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓഫ് സ്പിൽമാൻ ആൻഡ് ദ ജർമ്മൻ ഓഫീസർ, അതായത് ആ സ്പിൽമാന്റെയും ജർമ്മൻ ഓഫീസറുടെയും സ്വഭാവത്തെ പറ്റി, ഹൈലൈറ്റിംഗ് ദെയർ ബോണ്ട് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലോയാലിറ്റി, അവരുടെ ആ പരസ്പരമുള്ള ബന്ധങ്ങളും അവരുടെ ആ ട്രസ്റ്റും വിശ്വാസവും അവരുടെ സ്നേഹബന്ധത്തിന്റെ ഊഷ്മളത കൂടിയതും അതുപോലെ തന്നെ സഹകരണവും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളോട് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത് ക്യാരക്ടർ ഓഫ് ദ സ്പിൽമാൻ. ആ സ്പിൽമാന്റെ ക്യാരക്ടറെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുവാൻ പോകുന്നത്. സ്പിൽമാൻ ഈസ് എ ജൂയിഷ് പിയാനോയിസ്റ്റ് ഹൈഡിങ് ഇൻ ദ റൂയിൻസ് ഓഫ് വാർസോ ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, സ്പിൽമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈസ് എ ജൂയിഷ് പിയാനിസ്റ്റ്. അദ്ദേഹം ഒരു യൂതനായ പിയാനോ വായിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഹൈഡിങ് എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കുന്നു. ഇൻ ദ റൂയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ച് തകർക്കപ്പെട്ടതിന്റെ ഇടയിൽ. വാർസോയിൽ ഇടിച്ച് തകർക്കപ്പെട്ടതിന്റെ ഇടയിൽ എന്താണ് ചെയ്തുകൊണ്ട്? ഡ്യൂറിങ് ദ വേൾഡ് വാർ സെക്കൻഡ്, അതായത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇടിച്ചു തകർക്കപ്പെട്ട ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു യഹൂദനായ പിയാനോ വായിക്കുന്ന വ്യക്തിയാണ് സ്പിൽമാൻ. ഓക്കെ, ഹി ഈസ് വീക്ക്, അദ്ദേഹം വളരെ ടയേർഡാണ്. ഫ്രൈറ്റൺ, ഭയപ്പെട്ടുന്നുണ്ട്. ആൻഡ് യെലോൺ, ഒറ്റയ്ക്കേ ഉള്ളൂ. ബട്ട് റെഫ്യൂസസ് ടു ഗീവ് അപ്പ്, പക്ഷെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ സാഹചര്യത്തിൽ മരണത്തിനോ ശത്രുക്കൾക്കോ കീഴടങ്ങുവാനായിട്ട് അല്ലെങ്കിൽ വിധേയപ്പെടുവാനായിട്ട് അദ്ദേഹം ശരിയാകുന്നില്ല. റെഫ്യൂസസ് ടു ഗീവ് അപ്പ്, അദ്ദേഹം അങ്ങനെ കീഴടങ്ങുവാൻ തയ്യാറാകുന്നില്ല. വെൻ എ ജർമ്മൻ ഓഫീസർ ഫൈൻഡ്സ് ഹിം, ഒരു ജർമ്മൻകാരനായ ഓഫീസർ അദ്ദേഹത്തെ കണ്ടപ്പോൾ, സ്പിൽമാൻ ബ്രേവ്ലി ടെൽസ് ദ ട്രൂത്ത് അബൌട്ട് ഹൂ ഹി ഈസ്, അദ്ദേഹം ധൈര്യത്തോടു കൂടി അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ആരാണെന്ന്. ഹൂ ഹി ഈസ്. ഹി പ്ലേസ് ദ പിയാനോ വിത്ത് ട്രെംബ്ലിംഗ് ഫിംഗേഴ്സ്, അദ്ദേഹം ആ പിയാനോ പേടിയോടുകൂടി ആ ജർമ്മൻ ഓഫീസറുടെ മുമ്പിൽ വെച്ച് വായിക്കുകയാണ്. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് വായിക്കുകയാണ്. ഷോയിങ് ഹിസ് ഡീപ്പ് കൺസേൺ ടു മ്യൂസിക്, അത് അദ്ദേഹത്തിന്റെ ആ മ്യൂസിക്കിനോടുള്ള ഇഷ്ടം കൃത്യമായിട്ട് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദ മ്യൂസിക് ടച്ചസ് ദ ഓഫീസർ, ആ മ്യൂസിക് ആ ഓഫീസറിനെ ടച്ച് ചെയ്തു. ഹൂ ദെൻ ഹെൽപ്സ് സ്പിൽമാൻ സർവൈവ്, ആ ഓഫീസർ എന്ത് ചെയ്തു? ഈ ബുദ്ധിമുട്ടില് സ്പിൽമാനെ സർവൈവ് ചെയ്യാൻ, അതിജീവിക്കുവാനായിട്ട് സഹായിക്കുന്നു. സ്പിൽമാൻ ഈസ് കോഷ്യസ് ബട്ട് സ്ലോലി ബിഗിൻസ് ടു ട്രസ്റ്റ് ദ ഓഫീസേഴ്സ് കൈൻഡ്നസ്, അതായത് സ്പിൽമാൻ വളരെ ശ്രദ്ധയുള്ളവനാണ്. പയ്യെ അദ്ദേഹം കോഷ്യസ്ലി, ബോധപൂർവം, ബട്ട് സ്ലോലി, പക്ഷെ പയ്യെ, ബിഗിൻ, ആരംഭിച്ചു, ടു ട്രസ്റ്റ്, അത് വിശ്വസിക്കാൻ, ദ ഓഫീസേഴ്സ് കൈൻഡ്നസ്, ആ ഓഫീസറിന്റെ കൈൻഡ്നസ്, ദയയെ വിശ്വസിക്കാൻ തുടങ്ങി. ഹി ഷോസ് ഗ്രാറ്റിറ്റ്യൂഡ്, അദ്ദേഹം നന്ദി കാണിക്കാൻ തുടങ്ങി. ബൈ ഓഫറിംഗ് ഹിസ് നെയിം ആൻഡ് പ്രോമിസ്, അദ്ദേഹത്തിന്റെ പേര് പറയുകയും അതുപോലെ തന്നെ നെയിം ആൻഡ് എ പ്രോമിസ്, അദ്ദേഹം ഒരു പ്രോമിസും ഒരു വാഗ്ദാനവും അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞയും അല്ലെങ്കിൽ ഒരു സത്യവും അദ്ദേഹം ചെയ്തു. ടു ഹെൽപ്പ് ഇഫ് ഹി സർവൈവ്, ഈ ഓഫീസറെ അദ്ദേഹം ഹെൽപ്പ് ചെയ്യാം എന്ന് പ്രോമിസ് ചെയ്യുന്നു അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്നു. ഈവൺ ഇൻ ഹൈഡിങ്, ആ ഒളിച്ചിരിക്കുന്ന സമയത്ത് സ്പിൽമാൻ സ്റ്റേസ് ഹോപ്പ്ഫുൾ, അദ്ദേഹം വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ പ്രതീക്ഷയോടു കൂടി നിൽക്കുന്നു. ആൻഡ് ഹോൾഡ് ഓൺ ത്രൂ ഹങ്കർ ആൻഡ് ഫിയർ, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? പിടിച്ചു നിൽക്കുകയാണ്. ഹോൾഡ് ഓൺ, പിടിച്ചു നിൽക്കുന്നു, ആ സാഹചര്യത്തെ അതിജീവിക്കുന്നു. ത്രൂ ഹങ്കർ ആൻഡ് ഫിയർ, ഭയത്തിലൂടെയും വിശപ്പിലും അദ്ദേഹം ഈ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പിടിച്ചു നിന്ന് അതിനെ അതിജീവിക്കുകയാണ്. ഈവൻ ഇൻ ഹൈഡിങ്, ആ ഒളിച്ചിരിക്കുന്ന സമയത്തും സ്പിൽമാൻ സ്റ്റേസ് ഹോപ്പ്ഫുൾ, ഓക്കെ, അദ്ദേഹം വളരെ പ്രതീക്ഷയുള്ളവനാണ്. ആൻഡ് ഹോൾഡ് ഓൺ ത്രൂ ഹങ്കർ ആൻഡ് ഫിയർ, അദ്ദേഹം ആ വിശപ്പും അതുപോലെ തന്നെ പേടിയുള്ളപ്പോഴും അദ്ദേഹം ആ അവസരത്തിൽ പിടിച്ചു നിൽക്കുകയാണ്. ആഫ്റ്റർ ദ വാർ, യുദ്ധത്തിന് ശേഷം, ഹി ഈസ് നിയർലി കിൽഡ് ബൈ മിസ്റ്റേക്ക്, ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരുപക്ഷെ കൊല്ലപ്പെടാമായിരുന്നു.
ബൈ മിസ്റ്റേക്ക്, ഒരു മിസ്റ്റേക്ക് കൊണ്ട്. ബട്ട് മാനേജസ് ടു പ്രൂവ് ഹിസ് ഐഡന്റിറ്റി, പക്ഷെ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി, അദ്ദേഹം ആരാണെന്ന് പ്രൂവ് ചെയ്തു. സ്പിൽമാൻസ് കറേജ്, അദ്ദേഹത്തിന്റെ ധൈര്യം. ഹോണസ്റ്റി, സത്യസന്ധത. ആൻഡ് ലവ് ഫോർ മ്യൂസിക്, മ്യൂസിക്കിനോടുള്ള സ്നേഹം. ഹെൽപ്പ് ഹിം സർവൈവ് ദ ഡാർക്കസ്റ്റ് ഡേയ്സ് ഓഫ് ഹിസ് ലൈഫ്, അദ്ദേഹത്തെ സർവൈവ് ചെയ്യാൻ, അതായത് അതിജീവിക്കുവാൻ സഹായിച്ചു. ദ ഡാർക്കസ്റ്റ് ഡേയ്സ് ഓഫ് ഹിസ് ലൈഫ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഇരുണ്ട ദിനങ്ങളെ അതിജീവിക്കുവാനായിട്ട് അദ്ദേഹത്തിനെ സഹായിച്ചു. ഓക്കെ, ഇനി നമ്മൾ കാണുവാനായിട്ട് പോകുന്ന ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ജർമ്മൻ ഓഫീസർ, അതായത് ആ ജർമ്മൻ ഓഫീസറുടെ ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവത്തെയാണ് കാണുവാനായിട്ട് പോകുന്നത്. ദ ജർമ്മൻ ഓഫീസർ ഈസ് കാം, ആ ജർമ്മൻ ഓഫീസർ എന്താണ്? കാം, വളരെ ശാന്തനാണ്. ആൻഡ് കമ്പോസ്ഡ് വെൻ ഹി ഫസ്റ്റ് മീറ്റ്സ് സ്പിൽമാൻ, അദ്ദേഹം വളരെ ശാന്തനായിട്ടാണ്, ആ ജർമ്മൻ ഓഫീസർ വളരെ ശാന്തനായിട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹം കമ്പോസ്ഡ് ആണ്, അതായത് അദ്ദേഹം സെൽഫ് പൊസസ്ഡ് ആണ്, അല്ലെങ്കിൽ കളക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹം കാം ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, വെൻ ഹി ഫസ്റ്റ് മീറ്റ്സ്, അദ്ദേഹം എപ്പോഴാണോ ആദ്യമായിട്ട് സ്പിൽമാനെ കാണുന്നത്. ഷോയിങ് നോ ഇന്റൻഷൻ ടു ഹാം ഹിം, അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നതിനുള്ള ഒരു ലക്ഷ്യവും അദ്ദേഹം കാണിച്ചില്ല. ഹി ഈസ് ക്യൂരിയസ്, അദ്ദേഹം ജിജ്ഞാസയുള്ളവനാണ്. ആൻഡ് ആസ്ക് സ്പിൽമാൻ, എന്നിട്ട് സ്പിൽമാനോട് ചോദിക്കുന്നു വാട്ട് ഹി ഡസ് ഫോർ എ ലിവിങ്, അദ്ദേഹം എന്താണ് ഒരു ലിവിങ്ങിന് വേണ്ടി, ജീവിക്കുവാനുള്ള എന്ത് ജോലിയാണ് ചെയ്യുന്നത്. റിവീലിംഗ് എ ഹ്യൂമൻ സൈഡ് ബെനീത്ത് ദ യൂണിഫോം, അതായത് ആ ചോദ്യത്തിലൂടെ അദ്ദേഹം റിവീലിംഗ്, വെളിപ്പെടുത്തുന്നു, എ ഹ്യൂമൻ സൈഡ്, അതായത് മാനുഷികമായ സ്വഭാവം, ബിനീത്ത്, ഉള്ളിൽ, ദ യൂണിഫോം, യൂണിഫോമിന്റെ ഉള്ളിൽ ഒരു മാനുഷിക സ്വഭാവമുള്ള ഒരു ദയയുള്ള മനുഷ്യനുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. വെൻ സ്പിൽമാൻ സേസ് ഹി ഈസ് എ പിയാനിസ്റ്റ്, സ്പിൽമാൻ അദ്ദേഹം ഒരു പിയാനോ വായിക്കുന്ന ആളാണെന്ന്, പിയാനിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ദ ഓഫീസർ, ആ ഓഫീസർ ജെന്റിലി എൻകറേജസ് ഹിം ടു പ്ലേ, അദ്ദേഹത്തെ വളരെ മയത്തോടുകൂടി ശാന്തമായിട്ട് എൻകറേജസ്, പ്രോത്സാഹിപ്പിക്കുന്നു. ഹിം ടു പ്ലേ, അദ്ദേഹത്തോട് അത് വായിക്കുവാൻ പറയുന്നു. സെൻസിങ് ഹിസ് ഫിയർ, അവന്റെ ആ സ്പിൽമാന്റെ ഫിയർ കണ്ട്, ആൻഡ് ഓഫറിങ് അഷ്യൂറൻസ്, ആ ഓഫീസർ എന്ത് ചെയ്തു? അഷ്യൂറൻസ്, ഉറപ്പ് കൊടുക്കുന്നു. എന്താണ്? ഇവനെ ഉപദ്രവിക്കില്ല എന്ന്. ഹി ഈസ് ഡീപ്ലി മൂഡ് ബൈ ദ മ്യൂസിക്, അദ്ദേഹം ആ മ്യൂസിക്കിനാൽ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. വിച്ച് അവക്കൻസ് ഹിസ് കമ്പാഷൻ ആൻഡ് ലീഡ്സ് ഹിം ടു ഹെൽപ്പ് സ്പിൽമാൻ, അദ്ദേഹം എന്ത് ചെയ്തു? ആ മ്യൂസിക്കിൽ പ്രേരിതനായിട്ടും ആ മ്യൂസിക് ഇഷ്ടപ്പെടുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം സ്പിൽമാനെ സഹായിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. The officer finds a safer hiding place for Spillman. The officer, ആ ഓഫീസർ ഫൈൻസ്, കാണുന്നു, എ സേഫർ ഹൈഡിംഗ് പ്ലേസ്, ഒരു നല്ല ഒളിച്ചിരിക്കുവാനുള്ള സ്ഥലം, ഹൈഡിംഗ് പ്ലേസ്, ഒളിച്ചിരിക്കുവാനുള്ള സ്ഥലം, ഫോർ സ്പിൽമാൻ, ആ സ്പിൽമാനെ ഒളിച്ചിരിക്കുവാനായിട്ട്. ആൻഡ് ബ്രിങ് ഹിം ഫുഡ്, അതുപോലെ തന്നെ അവന് ബ്രിങ്, കൊണ്ടുവരുന്നു, ഹിം ഫുഡ്, അവന് ഭക്ഷണം കൊണ്ടുവരുന്നു. ഷോയിങ് കൈൻഡ്നസ്, അവനോട് ദയ കാണിക്കുന്നു. ആൻഡ് റെസ്പോൺസിബിലിറ്റി, ആ ഒരു ഉത്തരവാദിത്വവും ദയയും ഭക്ഷണം കൊണ്ട് കൊടുത്ത് ആ ഓഫീസർ കാണിക്കുകയാണ്. ഹി എക്സ്പ്രസസ് ഷെയിം അബൌട്ട് ബീയിങ് ജർമ്മൻ, അതേ സമയത്ത് തന്നെ ആ ഓഫീസർ എക്സ്പ്രസസ്, പ്രകടിപ്പിക്കുന്നു, ഷെയിം, ആ ലജ്ജ, അബൌട്ട് ബീയിങ് എ ജർമ്മൻ, ഒരു ജർമ്മൻ ആയതിന്റെ ലജ്ജ കാണിക്കുന്നു. റിവീലിംഗ് ഹിസ് മോറൽ കോൺഫ്ലിക്ട്, അതെന്താണ് ചെയ്യുന്നത്? റിവീലിംഗ്, അത് തുറന്നു കാണിക്കുന്നു. ഹിസ് മോറൽ കോൺഫ്ലിക്ട്, അദ്ദേഹത്തിന്റെ സാൻമാർഗികമായിട്ടുള്ള ആ ഉള്ളിൽ കിടക്കുന്ന ഒരു ഫൈറ്റ്, അല്ലെങ്കിൽ രണ്ട് ചേരികൾ തമ്മിലുള്ള പ്രശ്നം. വിത്ത് ദ ആക്ഷൻസ് ഓഫ് ഹിസ് കൺട്രി, അതായത് അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ആക്ഷൻ കൊണ്ട്. ഡിസ്പൈറ്റ് ദ ഡേഞ്ചർ, ഈ അപകടം ഉണ്ടായപ്പോഴും ഹി റിട്ടേൺസ് സെവറൽ ടൈംസ് വിത്ത് സപ്ലൈസ്, ഇത്രയും വലിയ ഒരു അപകടമാണ് അദ്ദേഹം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ, അപകടകരമായ പ്രവൃത്തി ഒരു യൂതനെ സഹായിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടായിട്ടും ഹി റിട്ടേൺസ്, അദ്ദേഹം തിരിച്ചു വരുന്നു, സെവറൽ ടൈംസ്, പല പ്രാവശ്യം, വിത്ത് സപ്ലൈസ്, അതായത് ഇയാൾക്ക്, ആ ഒളിച്ചിരിക്കുന്ന ആൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുമായിട്ട്. ഏർജിങ് സ്പിൽമാൻ ടു സർവൈവ് അണ്ടിൽ ദ വാർ എൻഡ്സ്, എന്നിട്ട് അദ്ദേഹം സ്പിൽമാനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഈ യുദ്ധം തീരുന്നത് വരെ അദ്ദേഹം സർവൈവ് ചെയ്യണം, അല്ലെങ്കിൽ ആ കഠിനമായിട്ടുള്ള പ്രയാസങ്ങളെ അതിജീവിക്കണമെന്ന്. ഹി ബിലീവ് സ്ട്രോങ്ലി ദാറ്റ് ദ വാർ വിൽ സൂൺ ബി ഓവർ, അദ്ദേഹം വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, ഈ വാർ, അല്ലെങ്കിൽ ഈ യുദ്ധം സൂൺ ബി ഓവർ, പെട്ടെന്ന് തന്നെ തീരും. ആൻഡ് സ്പീക്സ് വിത്ത് കൺവിക്ഷൻ, അതോടൊപ്പം തന്നെ സ്പീക്സ് പറയുന്നു, വിത്ത് കൺവിക്ഷൻ, അതായത് ബോധ്യത്തോടു കൂടി. ഗീവിൻ സ്പിൽമാൻ ഹോപ്പ്,
സ്പിൽമാന് ഒരു പ്രതീക്ഷ നൽകുന്നു. ബിഫോർ ലീവിംഗ്, അദ്ദേഹം അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ്, ഹി അക്സെപ്റ്റ് സ്പിൽമാൻസ് നെയിം ആൻഡ് ഓഫർ ഓഫ് ഫ്യൂച്ചർ ഹെൽപ്പ് വിത്ത് ക്വയറ്റ് ഹ്യൂമിലിറ്റി. അദ്ദേഹം എന്ത് ചെയ്യുന്നു? സ്പിൽമാൻസ് നെയിം അദ്ദേഹം സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ആ ഓഫർ വെച്ചിരിക്കുന്ന ഫ്യൂച്ചർ ഹെൽപ്പ്, ഭാവിയിൽ സ്പിൽമാൻ അദ്ദേഹത്തെ സഹായിക്കാമെന്ന് പറയുന്ന ഓഫറും ഹ്യൂമിലിറ്റി വളരെ മയത്തോടു കൂടി വളരെ ശാന്തനായിട്ട് അംഗീകരിക്കുന്നു. ദ ഓഫീസേഴ്സ് ആക്ഷൻ ഷോ ദാറ്റ് ഈവൺ ഇൻ വാർ, ആ ഓഫീസറുടെ ആ പ്രവൃത്തി നമ്മളെ കാണിച്ചു തരുന്നു. ഈവൺ ഇൻ വാർ, യുദ്ധത്തിലും വൺ ക്യാൻ ചൂസ് എമ്പതി, ഒരാൾക്ക് എമ്പതി തിരഞ്ഞെടുക്കാം. ഓവർ ക്രൂവാലിറ്റി, അതായത് ക്രൂരതയ്ക്ക് മുകളിൽ ദയ ഒരാൾക്ക് തിരഞ്ഞെടുക്കാം. ആൻഡ് പ്രൊട്ടക്ട് ലൈഫ് ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്ട്രോയിങ് ഇറ്റ്, അതുപോലെ തന്നെ ജീവനെ സംരക്ഷിക്കാം. പ്രൊട്ടക്ട് ലൈഫ്, ജീവനെ സംരക്ഷിക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്ട്രോയിങ് ഇറ്റ്, അതിനെ നശിപ്പിക്കുന്നതിന് പകരമായിട്ട് ജീവനെ സംരക്ഷിക്കാം. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.